സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കഥയും കഥാപാത്രങ്ങളും കഥയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളും പേരുകളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇതോടകം അറിയിച്ചുകൊള്ളുന്നു. No way. ഇനി ചായ കുടിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ. ഞാനാണ് പെണ്ണിന്റെ അച്ഛൻ. ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നു. ആ നമ്മളൊക്കെ ഒരു തട്ടിലായിരുന്നല്ലേ? ഇയാളും പട്ടാളത്തിലായിരുന്നു അല്ലേ? അതുകൊണ്ട് ഞാൻ തന്നെ ഇവരൊക്കെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മളെ ചെക്കൻ, ഇത് ചന്തു, ഇത് നന്ദു, ഞാൻ കുട്ടേട്ടൻ. ഞാൻ എൻ്റെ മോളെ പട്ടാളക്കിട്ടയിലെ വളർത്തിയത്. അതിന്റെ അച്ചടക്കവും ഒതുക്കവും അവൾക്കുണ്ട്. 10 ഗുണം 10 ഗുണം എന്നല്ലേ? മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലാന്നുണ്ട്. ഇന്നാ പിടിച്ചാ താടിയുള്ളപ്പനെ പേടിണ്ടേ? ഇവരെന്തൊക്കെ എങ്ങനെ പറയുന്നത്? ഇവര് കല്യാണം കൂടി കൊള്ളാൻ തോന്നുന്നുണ്ട്. ചെക്കനെന്താ മിണ്ടാത്ത നാണം കൊണ്ടാണോ? പട്ടാളത്തിലായിരുന്നപ്പോഴേ ആരെങ്കിലും വെടിവെച്ചിട്ടുണ്ടോ ഉദ്ദേശിച്ചത്? പിന്നെ വെടിവെച്ചിട്ടുണ്ടോന്നാ? ഞാനവിടെ ഫുൾ ടൈം വെടിവെപ്പായിരുന്നു. അതിർത്തിയിൽ തീർപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളെ ഞാനാണ് വഴി തിരിച്ചിട്ടിരുന്നത്. ഇയാൾക്ക് പട്ടാളത്തിൽ ട്രാഫിക്കിലായിരുന്നു ജോലി. വെടിയുണ്ടൊക്കെ തിരിച്ചുവിടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1996 തോന്നുന്നു. അതൊക്കെ ശരി. പെണ്ണിനെ വിളി. വയോ നീയാ എന്താ മോളെ പ്രശ്നം? വന്നെടങ്ങട് വന്നേ. ഇവളെന്റെ പഴയ സാറാ. എന്താണ് പ്രശ്നം? ഇവളാണ്ട മറ്റവള് എന്നെ തേച്ച് പോയോള്. ഇവളല്ലോ തന്റെ പക്വതയിലാണ് ചേച്ചോളൂ. ഇപ്പഴൊക്കെ ആവണ്ടിരുന്നു എന്റെ പക്വത ഞാൻ കാണിച്ചു കൊടുത്താണ്. അപ്പൊ ഇത് മുഞ്ചില്ലേ? വാടാ നമുക്ക് പോവാടാ. ശംഭു, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? വാടാ, ഇതുകൊണ്ടൊന്നും കഴിയില്ലടാ. നീ വായോ, നീ വിഷമൊക്കെ ശരിയാവും. വാങ്ങി നീ വിഷമിക്കാതിക്കടാ. നിനക്കൊരു പെണ്ണ് എവിടെ എനിക്ക് കാത്തിക്കുണ്ടാവും. ചന്തു നന്ദുവും വരുന്നുണ്ട് കേട്ടാ. എത്ര പെണ്ണാണ്ട് കൂട്ടേട്ടാ, ഒന്നും നടന്നില്ല. ഇതെങ്ങനെ റെഡിയാവുമെന്ന് വിചാരിച്ചായിരുന്നു. നീ വിഷമിക്കാതിക്കടാ. നിനക്കൊരു പെണ്ണ് ഈ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടാവും. ദൈവം എന്തായാലും കാണിച്ചാലോടാ അത്. നീ വിഷമിക്കാതിക്ക്, എല്ലാം ശരിയാവും. ടെൻഷൻ അടിക്കല്ല നീ. കുട്ടാ എന്തായി കാര്യങ്ങള്? പെണ്ണ് കാണാൻ പറ്റി ശരിയാവാത്ത തന്നെ വാഗ ടെൻഷനിലിരിക്കണ്ട. അവനെ പറഞ്ഞൊന്നും നീ മനസ്സിലാക്കി. അതൊന്നും ശരിയാവൂലടാ. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ലെന്ന്. ഒന്നാമത് എനിക്ക് ആ കാര്യം പെണ്ണ് തരാനാ. പിന്നെ സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. ഇനി അമ്മേനെ നോക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനവിടെ അതൊക്കെ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. ജോലിയിലൊക്കെ എന്താ കാര്യം? പട്ടാളന്മാർക്കൊരു ജോലിയുള്ള എനിക്ക് പെണ്ണ് കിട്ടി. പിന്നെയാണോ നിനക്ക്? ഏത് ആ ക്രിക്കറ്റല്ലേ? എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കടാ. ഇതിനാലൊക്കെ നിർത്തുകയാണ്. ശംഭു, നീ വിഷമിക്കണ്ടാ. വിഷമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിണ്ട്. ഒന്ന് ഒരു കാര്യം പറയാനുണ്ട്.
നമ്മളറിയാത്ത എന്ത് സീക്രട്ട് ഉണ്ട് അവർക്ക്. പറഞ്ഞ കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. പോയിട്ട് അത് ശരിയാവൂടാ നടക്കണ കേസാണ്. നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, രാത്രി എന്തെങ്കിലും കുറച്ച് വാ. എന്താ പ്രശ്നം? നമ്മൾ കൂടി അറിയട്ടാ. പ്രശ്നം വേറെ ഒന്നല്ല, ചെക്കൻ്റെ വിഷമം നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. അതിന് കാര്യം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്താടാ കാര്യം? രമണി ചേച്ചിനെ പറഞ്ഞല്ല, ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഇന്ന് ഇതിന് കാര്യം ഓക്കെ കൊടുക്കണം. എൻ്റെ അഭിപ്രായം അറിയട്ടെ. നീ സെറ്റാണോ? എനിക്കെന്ത് കുഴപ്പം, ഞാൻ ഓക്കെ അല്ലേ? കുട്ടേട്ടൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. നടക്കട്ടെ. അപ്പൊ രാത്രി 9 മണി എല്ലാവരും ഓക്കെ അല്ലേ? കുട്ടേട്ടാ ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ ഇതാട്ടാ രമണി ചേച്ചിയോട്. ഓക്കെ, ഇതിനൊക്കെ ഇതിനിട്ട് ആക്രമണം കാണിക്കരുത്. ശംഭു 10 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. ആ നേരത്തെ ചാടിക്കോട്ടെ. ചന്തു എനിക്ക് പേടിയാവുണ്ട്. നിങ്ങളും കൂടെ വേടാ. നീ എന്തൊരു കോപ്പാടാ പറയണത്? പാടത്തെ ഫുട്ബോൾ മാച്ചിനല്ല പോണത് നമ്മള്. വേഗം മതിൽ ചാടാൻ നോക്ക്. ശംഭു എന്തെങ്കിലും സിഗ്നലായിരുന്നേ? അതായത് ശംഭു നമ്മോടല്ലേ പറയണ്ടേ? എന്തിനാണോ എന്തെങ്കിലും ഓടാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ മാത്രം രക്ഷപ്പെടണ്ടട്ടാ. ആ സമയം 10 ചാടിക്കോ. എന്റെ തന്ത അതിർത്തിൽ മാത്രമല്ല തന്റെ വെടിവെപ്പ്. കുട്ടേട്ടാ ശമ്പൂരം പൊട്ടിട്ടാ. കുട്ടേട്ടാ രക്ഷിക്കൂ കുട്ടേട്ടാ. ഈ നാരെന്തിനാ എന്റെ പേര് വിളിച്ചേറണ? അയ്യോ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.